ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ട് ഉണ്ടാക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സേമിയ കൊണ്ടുള്ള ഒരു റെസിപ്പി കേട്ടോ. അതിന് വേണ്ട സേമിയ വേണം, അതുപോലെ നെയ്യില്ലേ അത് വേണം. പിന്നെ വേണ്ടത് പഴം, ഒരു പഴം മതി കേട്ടോ. പിന്നെ പാല്, പിന്നെ മിൽക്ക് പൗഡറില്ലേ പാൽപ്പൊടി, അതും വെച്ചിട്ടാട്ട് ഉണ്ടാക്കണേ. ഷുഗറും, അതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇട്ടാൽ സ്റ്റൗവിൽ വെക്കാം കേട്ടോ. പിന്നെ അതിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് പിന്നെ അതിൽ സേമിയ ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കാം, നല്ല ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കാം കേട്ടോ. ഇങ്ങനെ മതി. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് ബദാം, അതുപോലെ മുന്തിരിയില്ലേ, ഉണക്കമുന്തിരി, അതിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് വറുത്തെടുക്കാം. പിന്നെ നേന്ത്രപ്പഴം ഇല്ലേ, അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര വേഗം മതി കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ പാത്രത്തിൽ നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ, ഈ പാത്രത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഷുഗറില്ല, പഞ്ചസാര, അത് കാരമലൈസ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇതിലിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ കാരമലൈസ് ആയിട്ട് വരാൻ. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഇതിന് കൊടുക്കുന്നുണ്ട്. ഇതിന് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആയാൽ മതി. പിന്നെ ഇതിലേക്ക് ചുടുവെള്ളമില്ലേ, ഹോട്ട് വാട്ടർ, അതൊരു കപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് സേമിയ ഇട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ടൈമിൽ കുറച്ച് ഉപ്പില്ലേ, ഇതിലേക്ക് വേണ്ട ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ സേമിയ ഇല്ലേ, പകുതി വേവായതിന് ശേഷം ഇതിൽ പഴമില്ലേ, പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരണം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാലില്ലേ, അത് ഇതിലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് വറ്റി വരണം കേട്ടോ. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന
ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ. അത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. മിൽക്ക് പൗഡറിലെ പാൽപ്പൊടി അതിൽ കുറച്ച് ചുടുവെള്ളം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മതി. ഈ മിക്സ് ഈ സേമിയയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സെറ്റായി വരാൻ ഒരു പാത്രത്തിൽ കാരമലൈസ് ചെയ്ത സേമിയ ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രം മതി കേട്ടോ. ഇത് നെയ്യും പുരട്ടി വെച്ചതാണ് ഈ പാത്രം. ഇതിലിട്ട് കൊടുക്കാം. ഇതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അതുവരെ റെസ്റ്റ് ചെയ്യാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള കാരമൽ സേമിയ റെഡി ആയിട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ ഷെയറും കമൻറ്റ് ചെയ്യണേ. ഇത് കഴിച്ചിട്ടുള്ള അഭിപ്രായം എല്ലാവരും അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.